അപ്പോൾ വേനൽ അവധിക്ക് ശേഷം കുരുന്നുകൾ സ്കൂളുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പുതുതായി അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ പ്രവേശനോത്സവം എന്ന പ്രത്യേകതയുമുണ്ട്. വിവരങ്ങളുമായി ഹരിമോഹൻ, ദീപക് മോഹൻ, AK അഭിലാഷ്, AV ജയശങ്കർ എല്ലാവരും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരിമോഹൻ, പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. അവിടെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൗട്ട്സും NCCയും ഒക്കെ ഒരുക്കം പൂർത്തിയായി യൂണിഫോമിലാണ്. കുഞ്ഞുങ്ങൾ പുതുതായിട്ട് സ്കൂളിൽ ചേരാൻ വരുന്ന ദൃശ്യങ്ങളുണ്ട്. തോളത്തിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അമ്മമാരുണ്ട്. ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം ദീപക് മോഹൻ വെള്ളാർമല സ്കൂളിലാണ് ഉള്ളത്. AK അഭിലാഷ് കോഴിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ തിരുവണ്ണൂരിലും, ജയശങ്കർ ഗവൺമെന്റ് മോഡൽ VHSC ഫോർ ബോയ്സ് തേവള്ളിയിലുമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആദ്യം ഹരിമോഹനിലേക്ക് പോകാം. ഹരി ഇപ്പോൾ ഉള്ളത് പട്ടത്താണ്, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഹരി, ഗുഡ് മോർണിംഗ്. ഹരി, എല്ലാവരും ഉഷാറിലാണ്. പ്രവേശനോത്സവത്തിന്റെ സന്തോഷമുണ്ട്. എല്ലാ മുഖങ്ങളിലും ആ തിളക്കമുണ്ട്. കൂട്ടുകാരെ കണ്ടു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് സീനിയർ വിദ്യാർത്ഥികൾ. പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിലെല്ലാം കൗതുകവും ആകാംക്ഷയും ഒക്കെ ഉണ്ടാവും. രക്ഷിതാക്കളുടെ കൂടെ വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പതിവിൽ നിന്ന് വ്യത്യസ്തമായി നീണ്ട പ്രസംഗങ്ങൾ ഉണ്ടാവില്ല ഇക്കുറി പ്രവേശനോത്സവത്തിൽ, അല്ലേ? അരുൺ, തീർച്ചയായിട്ടും അവസാന നിമിഷങ്ങളിലാണ് ഒരുക്കങ്ങളുടെ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ കുട്ടികൾ സ്റ്റേജിൽ എങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെ തന്നെ അവർ വരച്ച ചിത്രങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വരച്ചു, ഞാൻ തന്നെ വരച്ച വരയ്ക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വരച്ചതാണ്. അവൻ്റെ പേരെന്താ? എൻ്റെ പേര് പത്മജ്. 2 ചിത്രങ്ങളും വരച്ചാണ്. കണ്ടിരുന്നോ മുഖ്യമന്ത്രിയുടെ ഒരു പൂക്കി എക്സ്പ്രഷൻ? അത് കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇതാരൊക്കെയാ? ഇത് ഷംസുദ്ദീൻ MLA, പിന്നെ CP ജോൺ, പിന്നെ മുഖ്യമന്ത്രി, പിന്നെ മുരളീധരൻ. അതായത് സ്റ്റേജിലെത്തുന്ന എല്ലാ മന്ത്രിമാർക്കും അവരവരുടെ ചിത്രങ്ങൾ വരച്ച് കൊടുക്കുകയാണ് കുട്ടികൾ. 3 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ മന്ത്രിമാരുടെയും, മുഖ്യമന്ത്രിയുടെ ഉണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉണ്ട്, ഒപ്പം CP ജോൺ ഉണ്ട്, K മുരളീധരൻ ഉണ്ട്. എല്ലാ മന്ത്രിമാരുടെയും ചിത്രങ്ങൾ വരച്ച് കൊടുക്കുകയാണ് എന്തായാലും കുട്ടികൾ. നമുക്ക് ഈ സദസ്സിലേക്ക് കൂടി ഒന്ന് പോവാം. സദസ്സിൽ പരമാവധി എല്ലാ കുട്ടികളും എത്തിക്കഴിഞ്ഞു. അതായത് സദസ്സ് പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ മുതൽക്ക് തന്നെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ കുട്ടികളെല്ലാവരും വന്നു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 9:30 തന്നെ വിദ്യാഭ്യാസ മന്ത്രി എത്തും. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എത്തുന്ന ഒരു സമയം പറഞ്ഞിരിക്കുന്നത്. അറിയാം, എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ നിറഞ്ഞ് ഒരു അടിപൊളി ഫീലാണ്, വൈബാണ്. പണ്ട് സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മൾ സ്കൂളിൽ പോയൊരു ഫീൽ എനിക്ക്. പക്ഷേ സ്കൂളിനെക്കാട്ടിൽ ഒരു യുവജനോത്സവത്തിന് വന്ന ഫീലിംഗ് ആണ്. പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് കളറാണല്ലേ, ഭയങ്കര കളർഫുള്ളാണ്. യൂത്ത് ഫെസ്റ്റിവലിന് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രവേശനോത്സവം ഇത്രയും ഗ്രാൻഡ് അല്ല. പ്രവേശനോത്സവം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ ജൂൺ 1 മഴയത്ത് കുടയും പിടിച്ച് സ്കൂളിൽ പോകും എന്നുള്ളതാണ്. പക്ഷേ ഇത് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലിബ്രേഷൻ. ഇന്നിവിടെ വന്നപ്പോൾ ഒരു കലാമേള, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഫീലിംഗ് ആണ് എനിക്കിവിടെ. ഭയങ്കര ആളും ആരവും ആഘോഷവും കൊട്ടും മേളവുമായിട്ട്. അതെ, കുട്ടികൾ അരുൺ, ഇതിൽ കുട്ടികൾ ഒന്നും പഴയതുപോലെ ഒന്നും അല്ല, നമ്മുടെ ഒന്നും കാലത്തുള്ളത് പോലെ അല്ല. ആരും കരച്ചിലും ബഹളമൊന്നുമില്ല. എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലേ? ഹാപ്പി അല്ലേ? കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യേ? 2ാം ക്ലാസ്സിലാ? 4ലാ? എന്താ പേര്? രാവിലെ വന്നു. അവധിയൊക്കെ എങ്ങനെ ഉണ്ടായി? സ്കൂൾ വരുമ്പോൾ ത്രില്ലാണോ? ഇത് കരച്ചിലും ബഹളമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു കളർ എന്ന് പറയുന്നത്. അത് ഈ ചുറ്റും ബലൂണൊക്കെ പിടിപ്പിച്ച് പഴയ ഈ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു 2 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ മാതാപിതാക്കളുടെ കയ്യിലൊക്കെ പിടിച്ച് ക്ലാസ്സിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ വലിയ മടിയായിരുന്നു. സ്കൂളിലേക്ക് വരാൻ മടിയെല്ലാം ഉണ്ടായോ? എന്തിയാ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? കൂട്ടുകാരെയൊക്കെ കുറേ ദിവസം കൂടി കണ്ടല്ലേ? ഹാപ്പിയായോ? മോനോ എവിടെ? പല ക്ലാസ്സുകളിലെ കുട്ടികളാണ്. 6, 7, 1 അങ്ങനെ പല ക്ലാസ്സുകളിൽ. ടീച്ചർ, എങ്ങനെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നൊരു ഉത്സവമാണ് ഞങ്ങൾക്ക് സ്കൂളിൽ. ഈ പഴയ പോലെ കുട്ടികൾക്ക് കരച്ചിലൊന്നുമില്ല? ഇല്ല. ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടില്ലേ, എല്ലാവരും ആരുമില്ല, കരയുന്ന ആരുമില്ല ഇപ്പൊ. എങ്ങനെയാ കുട്ടികൾ 1ാം ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ഉള്ളൊരു എന്താ പുതിയ കാഴ്ചകൾ കാണുന്നു? വീട്ടിൽ നിന്നൊക്കെ കുറേ നാൾക്ക് ശേഷം വരികയാണ്. എങ്ങനെ അവരൊക്കെ ഒരു
അവർക്ക് ഇപ്പം ഒന്നാം സ്റ്റാൻഡേർഡിൽ നമ്മൾ അതേ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവർക്ക് സന്തോഷമായിരിക്കും. അതൊക്കെ ക്ലാസ് റൂമൊക്കെ റെഡി, ക്ലാസ് റൂമെല്ലാം റെഡിയാണ്.